ഇവിടെ ആരുമില്ലേ? ഇതാരാണോ രാത്രി വിളിക്കണേ? നിങ്ങൾ ഈ രാത്രി എന്താ കാര്യം? എന്റെ രമ ചേച്ചിയെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീട്ടിലാണ് ഇന്നലെ രാത്രിയാണ് ഒരു പ്രേതം കയറി. അങ്ങനെ അതിന്റെ സൗണ്ട് അതുവരെങ്കിൽ ഇങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എഴുന്നേറ്റ്, ആദ്യം മക്കളൊന്നും എഴുതിയിട്ടില്ല സൗണ്ട് കേട്ടിട്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സൗണ്ട് കേട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആരും കാണുന്നില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ടു. എൻ്റെ ജനാലയിൽ കൂടെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞു പ്രേതം നിൽക്കുന്നുണ്ട്. ആ പ്രേതം ചിലപ്പോൾ ദൂരെ നിന്നായിരിക്കും ഞാൻ കണ്ടത്. എനിക്ക് കുഞ്ഞതായിട്ട് പക്ഷെ കണ്ടത്. അങ്ങനെ ഞാൻ മക്കളെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ചു. ഇങ്ങനെ പ്രേതം വന്നെന്നൊക്കെ അവരോട് പറഞ്ഞേ. അപ്പം മക്കളാണെങ്കിൽ വിളിച്ചു പോയി പേടിച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ ബെഡിന്റെ മോളിൽ ആ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, പ്രേതമോ? സത്യമാണോ പറയണേ? അതെ എന്റെ പൊന്നെ രമ ചേച്ചി. അല്ലെങ്കിൽ ഈ രാത്രിയൊക്കെ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വരുമോ? ബാ, നിങ്ങൾ എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. ഇനിയൊന്ന് പോയി പല്ല് കേൾക്കട്ടെ. എത്ര മണിയായി? 6 മണിയായോ? എന്തായാലും പോയി പല്ല് കേൾക്കാം. പല്ല് തേച്ച് കഴിഞ്ഞു. ഇതാരും ഇപ്പൊ ചിരിച്ചത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചിലപ്പോ കിളികളായിരിക്കും. ഇവരാരും എഴുന്നേറ്റില്ല ഇതുവരെ. ഇനി അപ്പോ ചിഞ്ചോ വല്ല എഴുന്നേറ്റ് കാണും, നോക്കിട്ട് വരാം. ഇവരാരും എഴുന്നേറ്റില്ലേ? ചിഞ്ചു കണ്ണു തുറന്ന് കിടന്നുറങ്ങുന്നു. ഡേ ചിഞ്ചു, നീ എന്താ മീനാണ്? നീ അപ്പൊ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? അല്ല, നീ എന്ത് ചെയ്യുമായിരുന്നു? ആണോ? എടേ, ഞാനാണെങ്കിൽ പല്ല് വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്താണെങ്കിലേ എന്താണ്ടൊരു ചിരി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒന്നിനും കാണുന്നില്ല. എന്തോന്നാണാവോ? ചേട്ടാ, ചിലപ്പോ അതുപോലെ കിളിയോ വല്ലോ ആയിരിക്കും. അയ്യോ, പ്രേതം. ഒന്ന് പോ ചേട്ടാ. അപ്പു ചേട്ടനുള്ള പ്ലാൻ അല്ലേ എന്നെ പേടിപ്പിക്കുന്നത്? എടി, നീ ഒന്ന് തിരിഞ്ഞു നോക്കടി. എന്നെ കണ്ടിട്ട് പേടി വരണം. എടി, കണ്ണില്ലാത്ത പ്രേതം അങ്ങോട്ട് മാറടി. എനിക്ക് ദേഷ്യമുണ്ട്. ഒറ്റ ചവിട്ടും. എന്റെ അമ്മച്ചിയെ അല്ല, പിന്നെ മര്യാദക്ക് മാറാൻ പറഞ്ഞ ഈ തൊഴിക്കുന്നു. എന്റെ പൊന്നെ, ഞാൻ ഈ വഴിക്കേ വരത്തില്ല. എന്റെ പൊന്നെ, ഓടിക്കാ. എടി ചിഞ്ചു. എന്താ ചേട്ടാ? എടി, നീ ആരാ സത്യം പറഞ്ഞ? എടി, അതല്ലേ ചോദിച്ചേ. ചേട്ടാ എന്താ ഉദ്ദേശിക്കുന്നേ? എടി, നിനക്ക് എവിടുന്നാണ് ഇത്ര പവറ്? ഞാനാണ് ഇന്നലെ അമ്പലത്തിൽ പോയായിരുന്നേ. അപ്പോഴാണ് എനിക്ക് അവിടുത്തെ സ്വാമി എനിക്കൊരു പ്രത്യേക സാധനം കയ്യെ കെട്ടിത്തന്നു. കയ്യെ ഒരു ചർമ്മ കണ്ട, അത് പ്രേതങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പവർ 1 വർഷത്തേക്കേ ഉള്ളെന്ന് പറഞ്ഞു. ഇനി 1 വർഷത്തേക്ക് വരെ നമുക്ക് പ്രേതത്തിൽ പേടിക്കണ്ട. നമ്മള് രക്ഷപ്പെട്ട്.